കൂട്ടുകാരെ, നല്ലൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മാങ്ങാച്ചാറ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 3 മാങ്ങയാണ് കേട്ടോ അവിടെ എടുത്തിരിക്കുന്നത്. ആ 3 മാങ്ങയെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക്. അതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 1-2 മണിക്കൂറോ നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൽ കൂടുതൽ ഒരു ദിവസം വെച്ചാലും നല്ലതാണ്, പക്ഷെ ഒട്ടും സമയമില്ലെങ്കിലും 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ഈ മാങ്ങയും ഉപ്പും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്ന് പറയുന്നത്. ഉപ്പൊക്കെ മാങ്ങയുടെ ഉള്ളിലേക്ക് നന്നായി പിടിച്ചു വരും. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇനി അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മാങ്ങ അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളാണ് ഇതെല്ലാം. ഇത് ഒരു ഇഞ്ചി ഒരു കഷ്ണത്തിന് ചെറുതായി അരിഞ്ഞതാണ്, ഒരു 5-6 പച്ചമുളകിന് ചെറുതായി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി നടുകെ പിളർന്നതാണ്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഞാൻ 3 മാങ്ങ കൊണ്ടാണ് അച്ചാറിടുന്നത്, അതിലേക്ക് ഇത്രയും മതി. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മാങ്ങയാണ് അച്ചാറിടുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള കടുകും അതുപോലെ തന്നെ ഉലുവയും ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുമിച്ച് ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് വേണം ഗ്യാസ് ഓഫ് ചെയ്യാൻ. ഇപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ കടുകും ഉലുവയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലത്, കുറേ നാളത്തേക്ക് ഇത് കേടാവാതിരിക്കും നല്ലെണ്ണ ചേർക്കുകയാണെങ്കിൽ. ഇനി എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് കുറച്ചിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരല്പം ഉലുവയും ചേർത്ത് കൊടുക്കാം. ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ്, കറിവേപ്പില, ഇതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നിറയെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവയും കടുകുണ്ടല്ലോ, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ഭാഗം നമുക്ക് വേണം, ആവശ്യമുണ്ട്, മാറ്റി വെക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കാം. LGയുടെ കായാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കായംപൊടി നമ്മളിന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ, അത് ഈ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നതാണ്. ഇത് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ ഞാൻ മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അതിൽ നിന്നും വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ കണ്ടോ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ പിടിച്ച് മാങ്ങ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി മാങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കുക. മാങ്ങ ഒരുപാട് വെന്ത് പോകരുത്, അതിന് മുമ്പായിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. നമ്മുടെ പൊടികളൊക്കെ മാങ്ങയിൽ നന്നായിട്ട് പിടിച്ചു വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാനുണ്ട്. മാങ്ങ പൊടികളുമായിട്ട് നന്നായി യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. എൻ്റെ മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് വിനാഗിരി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പുളി അനുസരിച്ച് വിനാഗിരി ചേർക്കാവുന്നതാണ് കേട്ടോ. ചിലർ നല്ല പുളിയുള്ള മാങ്ങയിൽ വിനാഗിരി ചേർക്കില്ല. വിനാഗിരി ചേർത്താൽ നമ്മുടെ അച്ചാർ കേടുകൂടാതിരിക്കും. അപ്പോൾ നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് മാത്രം വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അവസാനമായിട്ട് മാറ്റി വെച്ചിരുന്ന കുറച്ച് പൊടിയുണ്ടല്ലോ, ഉലുവയും കടുകും പൊടിച്ചത്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക്
ഒരല്പം പഞ്ചസാര, ടേസ്റ്റൊക്കെ ഒന്ന് മോഡറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരല്പം പഞ്ചസാര നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറിന് ഇതൊരു പ്രത്യേക ടേസ്റ്റ് നൽകും. ഇതാ പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള അച്ചാർ ഇവിടെ തയ്യാറാണ്. ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ്, അതേസമയം തന്നെ നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറുമാണ്. അപ്പോൾ നല്ല രുചിയുള്ള മാങ്ങ അച്ചാർ ഇവിടെ തയ്യാറാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റു റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.